നമസ്കാരം. ഭാരതത്തിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പശ്ചാത്തലമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന രീതിയോ ഒക്കെ പരിശോധിച്ചാൽ പ്രകടന പത്രികയിൽ, തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് അവർ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പുതുമയുള്ളൊരു അനുഭവമായിരുന്നു 2014 മുതൽ. പറയുന്നത് BJPയുടെ കാര്യമാണ്. കാരണം ഈ നെഹ്റുവിൻ്റെ കാലം മുതൽ കോൺഗ്രസ് സ്ഥിരമായി ഗരീബി ഹട്ടാവോ എല്ലാ പ്രധാനമന്ത്രിമാരും ആവർത്തിച്ച് പറയുന്നൊരു വാഗ്ദാനമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം വാഗ്ദാനങ്ങളായി തന്നെ ഒതുങ്ങിപ്പോകുന്ന തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നാലുടൻ തന്നെ ആ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക യാതൊരു മൂല്യവുമില്ലാത്തൊരു കടലാസായി, ഒരു ടിഷ്യൂ പേപ്പറായി, ഒരു ശൗച്യത്തിന് ഉപയോഗിക്കുന്നൊരു ടിഷ്യൂ പേപ്പറായി മാറുന്നത് ജനങ്ങൾക്ക് വളരെ സാധാരണമായൊരു കാഴ്ചയായിരുന്നു. അവരതിനോടൊരു താതാത്മ്യവും പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ 2014 മുതൽ BJPയുടെ ഭരണം, ആദ്യത്തെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കുന്നത് BJPയുടെ ഒരു ശീലമാണെന്നുള്ള ഒരു പൊതുധാരണ പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിട്ടുണ്ട്. പല ഉദാഹരണങ്ങളുണ്ട്. അത് രാമമന്ദിര നിർമ്മാണമാണെങ്കിലും, ആർട്ടിക്കിൾ 370 കശ്മീരിൽ നിന്ന് എടുത്തു കളയുന്നതാണെങ്കിലും, CAA ആണെങ്കിലും, നക്സൽ മുക്ത ഭാരതമാണെങ്കിലും, ഈ വാഗ്ദാനങ്ങളെല്ലാം ഓരോന്നായി നടപ്പാക്കി വരുന്ന ഒരു രീതിയാണ് കേന്ദ്രത്തിലും ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലും BJP പിന്തുടർന്നു വരുന്നത്. ഈ വാഗ്ദാനങ്ങളുടെ കാര്യം പറയുമ്പോൾ പലരും ഇപ്പോഴും ഈ അക്ഷരാഭ്യാസമില്ലാത്ത നമ്മുടെ സന്ദേശം സിനിമയിൽ ഇന്നസെൻ്റ് പറയുന്ന പോലെ ചമ്പൂർണ്ണ ചാച്ചരത ബന്ദർക്ക ബച്ച എന്ന് പറയുന്നത് പോലെ കുറേ എണ്ണം ഈ പറയുന്ന പോലെ 15 ലക്ഷം രൂപ നരേന്ദ്രമോദി തരാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല എന്നുള്ള വാഗ്ദാനവുമായിട്ട് വരും. അടിസ്ഥാനപരമായിട്ട് ഹിന്ദി തിരിയാതെ പോടാ എന്നുള്ളതിൻ്റെ ഒരു കുഴപ്പമാണ്. ഹിന്ദി അറിഞ്ഞുകൂടാത്തതിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ അറിയില്ല എന്ന് ഭാവിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. അത് വിട്ടേക്കൂ. ഞാൻ പറയുന്നത് യഥാർത്ഥ വാഗ്ദാനങ്ങളുടെ കാര്യമാണ്. കൃത്യമായിട്ട് എന്ത് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കുകയും അല്ലെങ്കിൽ നടപ്പാക്കാൻ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് BJP. ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമല്ല തിരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനങ്ങൾ. ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ ഗ്രാമത്തിലും വൈദ്യുതി എത്തിക്കുക, ജലം എത്തിക്കുക, ശുദ്ധജലം എത്തിക്കുക തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങൾ, ശൗചാലയങ്ങൾ എത്തിക്കുക, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം പാലിച്ച് തന്നെയാണ് BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ മാത്രമല്ല, BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലാകട്ടെ, നഗരസഭകളിലാകട്ടെ, ഗ്രാമപഞ്ചായത്തുകളിലാകട്ടെ, ഇത് തന്നെയാണ് BJPയുടെ ഒരു പ്രവർത്തന രീതി. അതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിച്ചു തത്വമയി ന്യൂസിലൂടെ. നിറപുത്തരി, ശ്രീപത്മനാഭന് സമർപ്പിക്കുന്ന നിറപുത്തരിയുടെ കാര്യത്തിൽ BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ തത്വമയി ന്യൂസിലൂടെ തന്നെ തിരുവനന്തപുരംകാർക്ക് നൽകിയിരുന്നൊരു വാഗ്ദാനം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ് ശ്രീ VV രാജേഷ് പാലിച്ചു. പുത്തരിക്കണ്ടത്ത് നിന്ന് കൊയ്ത പുത്തൻ നെൽക്കറ്റ തലച്ചുമടായി പത്മനാഭന് കൊണ്ട് ഭക്തിപുരസരം സമർപ്പിക്കുന്നൊരു കാഴ്ച. ആ കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു ആചാരാനുഷ്ഠാനം, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒരു ആചാരാനുഷ്ഠാനം തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള വാഗ്ദാനം കരമന ജയൻ നൽകിയിരുന്നതാണ്. അത് പാലിക്കപ്പെട്ടു. അപ്പോൾ ഈ അടുത്ത നിറപുത്രിക്ക് പുത്തിരിക്കണ്ടത്ത് നിന്ന് വിളയിച്ചെടുക്കുന്ന കതിരായിരിക്കും. പുത്തിരിക്കണ്ടത്ത് വിളയിക്കുന്ന കതിരുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് തലയിൽ ചുമന്ന് വാദ്യഘോഷങ്ങളോടുകൂടി ആചാരനിഷ്ഠയോട് ഭക്തിയോടുകൂടി മേയർ കൊണ്ട് വരുന്നത് ഞങ്ങൾ അത് ഏറ്റുവാങ്ങാൻ പോവുകയാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഭരണസമിതി അംഗം മാത്രമല്ല, ഒരു BJP പ്രവർത്തകനായിട്ടുള്ള മേയർ കൊണ്ടുവരുന്നത് ഏറ്റുവാങ്ങാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പോലും അത് മറ്റൊരു നിയോഗമാണ്. അതും ഒരു അപൂർവമാണ്. ഇനി അതാർക്കും വേറെ ആർക്കും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും അത് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം.
ഈ വിഷയം ഇന്നലെ തന്നെ തത്വമൈ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത് BJPയുടെ ഈ ഒരു പ്രവർത്തന രീതി കൃത്യമായിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും പലപ്പോഴും അവർ മറച്ചു വയ്ക്കുന്ന ഒരു വസ്തുതയാണ്. പകരം ഈ പറയുന്ന 15 ലക്ഷം രൂപ എന്നുള്ളൊരു വ്യാജ പ്രചരണമുണ്ടല്ലോ, 15 ലക്ഷം രൂപ ഓരോ ഭാരതീയൻ്റെയും അക്കൗണ്ടിലേക്ക് ഇട്ട് തരും എന്ന് നരേന്ദ്രമോദി പറഞ്ഞത്, കള്ളപ്പണം തിരികെ കൊണ്ടുവന്നാൽ ഓരോ ഭാരതീയൻ്റെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വീതം വരുവാനുള്ള അത്രയും തുകയുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞതിന് ഓരോ ഭാരതീയൻ്റെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ ഇട്ട് തരും എന്നുള്ള രീതിയിലേക്ക് വളച്ചൊടിച്ചവർ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള BJPയുടെ വാഗ്ദാന പാലനങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ വിവാദമാക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുവാനും അവർ കിണഞ്ഞു പരിശ്രമിക്കും. അല്ലെങ്കിൽ പരിപൂർണമായി അതിനെ അങ്ങ് അവഗണിക്കും. അത്തരത്തിൽ അവഗണിച്ചൊരു സംഭവമാണ് ശ്രീപത്മനാഭൻ്റെ മുൻപിലേക്കുള്ള നിറപുത്തരി ചടങ്ങും ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. അതിൻ്റെ തുടക്കം കുറിച്ച് തിരുവനന്തപുരം നഗരപിതാവായ ശ്രീ VV രാജേഷ് തലയിൽ ചുമന്ന് പുതുനെൽക്കറ്റകൾ ശ്രീപത്മനാഭന് സമർപ്പിച്ച വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളിൽ എത്രയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ട്? കണ്ടു കാണുവാനുള്ള സാധ്യത കുറവാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് തത്വമൈ ന്യൂസാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് ആദ്യമായി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചത്. മറ്റുള്ളവർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല, തത്വമയിയിൽ കരമന ജയൻ നടത്തിയ വാഗ്ദാനം, തത്വമയിലൂടെ തിരുവനന്തപുരംകാർക്ക് ശ്രീ കരമന ജയൻ നൽകിയ വാഗ്ദാനം അതൊരു റീലായി ഇപ്പോഴും പല സാമൂഹ്യ മാധ്യമങ്ങളിലും കറങ്ങി നടക്കുന്നുണ്ട്. തത്വമൈ ന്യൂസിന് അതിൻ്റെ ഒരു കൃതാർത്ഥതയുണ്ട്. ഈ ഞങ്ങളിലൂടെയാണ് ആ ഒരു വാഗ്ദാനം ശ്രീ കരമന ജയൻ തിരുവനന്തപുരം നിവാസികൾക്ക് നൽകിയതെന്നുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം, ഒരു പ്രത്യേക സംഭവത്തിനേക്കാൾ BJPയുടെ ഒരു ശീലമെന്നുള്ള രീതിയിൽ തന്നെ ഈ വാഗ്ദാന പാലനം കൃത്യമായിട്ട് കഴിഞ്ഞ 12 വർഷങ്ങളിലെ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണമെടുത്താലും ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ 2 സർക്കാരുകളുടെയും ഭരണമെടുത്താലും നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഗുജറാത്തിലെ BJP ഭരണമെടുത്താലും രാജസ്ഥാനിലെ BJP ഭരണമെടുത്താലും മധ്യപ്രദേശിലെ BJP ഭരണമെടുത്താലും ഇനി ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ BJP ഭരണമെടുത്താലും ഈ വാഗ്ദാന പാലനം എന്നുള്ള കാര്യം വളരെ വ്യക്തമായി BJPയുടെ ഒരു ശീലമാണെന്നുള്ളത് ഒരല്പം സാമാന്യ ബുദ്ധിയോടെ ഒരു മുൻവിധികളെല്ലാം മാറ്റിവെച്ച് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. ഒരു മാധ്യമപ്രവർത്തകനാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പൊതുജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അഴിമതിയൊന്നും പറയുവാനില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് പോലുള്ള കാരണങ്ങൾ ഉന്നയിച്ച് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളുമായി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒന്നു ചേർന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ വാഗ്ദാന പാലനത്തിൻ്റെ കാര്യത്തിൽ അപ്പോഴും BJP പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് തിരുവനന്തപുരം നഗരസഭയിൽ നാം കണ്ടത്. അതിൻ്റെ തെളിവുകളാണ് നിത്യേന എന്ന വണ്ണം പശ്ചിമ ബംഗാളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ അമൂൽ ഉൾപ്പെടെയുള്ള തൊഴിൽശാലകൾ വരുന്നു, ഐസ്ക്രീം ഫാക്ടറി വരുന്നു. 68-ന് മുകളിൽ യാതൊരു വിളവെടുപ്പുമില്ലാതെ അടച്ചുപൂട്ടിയിരുന്ന തേയിലത്തോട്ടങ്ങൾ വീണ്ടും പുനർജീവിക്കുകയാണ്. 12 തേയിലത്തോട്ടങ്ങളിൽ ജോലി നൽകുന്ന പ്രക്രിയ അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ പശ്ചിമ ബംഗാളിൽ ആരംഭിക്കും. കഴിഞ്ഞ ദിവസം തന്നെ തത്വമൈ ന്യൂസ് ആ വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. കാരണം കേരളത്തിൽ പണിക്ക് വന്ന ജീവിതമാർഗം തേടിയെത്തിയ ബംഗാളികളെ സുവേന്ദു അധികാരി തിരികെ വിളിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ തന്നെ നിങ്ങൾക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ടാകും, പശ്ചിമ ബംഗാളിലേക്ക് വരൂ, നിങ്ങളുടെ ജീവിതമാർഗം ഇവിടെ തന്നെ കണ്ടെത്തൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്
ചേക്കേറി അല്ലെങ്കിൽ ജീവിതമാർഗം തേടിപ്പോയ ബംഗാളികളെ തിരികെ വിളിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാര്യം അല്പം പരിതാപകരമാകും. കാരണം മലയാളി ഇനി നടുവനങ്ങി പണിയെടുക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലാണ് മലയാളികൾ. പറഞ്ഞു വന്നു പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ വാഗ്ദാന പാലനം ബി ജെ പിയുടെ ഒരു ശീലമായതുകൊണ്ട് തന്നെ എതിരാളികൾക്കത് ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ടും, കാരണം എതിരാളികൾക്കത് ശീലമാക്കണമെന്ന് അവർ വിചാരിച്ചാൽ പോലും അതിന് നിരവധി തടസ്സങ്ങളുണ്ട്. കാരണം അതിനുള്ള ആദ്യത്തെ ഒരു അവശ്യം വേണ്ടൊരു ഗുണവിശേഷം അഴിമതിയില്ലാതിരിക്കുക എന്നുള്ളതാണ്. ബി ജെ പിയുടെ എല്ലാ സർക്കാരുകളിലും എല്ലാ തട്ടുകളിലും അഴിമതിയില്ലാത്തവരാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകണമെന്നില്ല. കാരണം വലിയൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിൽ പല തരക്കാരുണ്ടാകും, പല സ്വഭാവക്കാരുണ്ടാകും. പക്ഷേ അഴിമതി എന്നുള്ളൊരു പ്രക്രിയ ഏതെങ്കിലും ഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ 12 വർഷങ്ങളായി ബി ജെ പി ഭാരതത്തിൻ്റെ മുന്നിൽ, ഭാരതത്തിൻ്റെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മേൽ ഒരു അഴിമതി പോലും, രാഹുൽ ഗാന്ധി പറയുന്ന റഫേൽ, ചൗക്കീദാർ ചോർഹെ, അത്തരത്തിലുള്ള അഴിമതികൾ, ആരോപണങ്ങൾ വരുമ്പോൾ അത് തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അപമാനഭാരം പേറി സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്ന് ഇരുകൈകളും കൂപ്പി മാപ്പ് പറയുന്ന ഒരവസ്ഥ വരെ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ളതും പ്രേക്ഷകരൊന്ന് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിൽ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് തക്ക രീതിയിൽ ആ പ്രവർത്തന രീതിയെ അനുകരണീയമായ മാതൃകയാക്കി മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ. കേന്ദ്രം മുതൽ ഒരു നഗരസഭ വരെ അത്തരത്തിലാണ് ബി ജെ പിയുടെ പ്രവർത്തനമെങ്കിൽ എത്രത്തോളം ജനഹിതമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളാണ് ബി ജെ പി അവരുടെ ഭരണത്തിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എതിർപ്പുകൾ. തിരുവനന്തപുരം നഗരസഭയിൽ എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ കൗൺസിലിനെ അട്ടിമറിക്കണമെന്നുള്ള രീതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് നാം കണ്ടതാണ്. സുഗതൻ എന്ന കൗൺസിലറിൻ്റെ, വട്ടിയൂർക്കാവിലെ കൗൺസിലറിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ കാപ്പ കേസിൽ പ്രതി ചേർത്ത് അകത്തിട്ടിരിക്കുകയാണ്. കൗൺസിൽ യോഗം ചേരുമ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തുവാനായി ഇടതുപക്ഷവും യു ഡി എഫും ഒന്നിച്ചു ചേർന്ന് ഇന്ത്യ മുന്നണിയായി തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണവും ഈ നിറപുത്തരി മാത്രമല്ല, വി വി രാജേഷ് എന്ന് തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവായി സത്യപ്രതിജ്ഞ ചെയ്തോ അന്ന് മുതൽ വിവിധ പദ്ധതികൾ, ഈ മേയർ കെയർ എന്നുള്ള പദ്ധതിയിലൂടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നത്, ഇനി സൗജന്യമായിട്ടുള്ള വൈദ്യ സഹായം, മരുന്ന് വിതരണത്തിനൊപ്പം തന്നെ ഒരു ന്യായമായ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക, ഔഷധങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള പദ്ധതി നഗരമൊട്ടാകെ നടപ്പാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വളരെ ക്രിയാത്മകമായി, സജീവമായി, ജനഹിതപരമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി ഭരണം തിരുവനന്തപുരം നഗരത്തിലും കേന്ദ്രത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും. ബി ജെ പി എവിടെയൊക്കെ ഭരണത്തിലുണ്ടോ അവിടെയെല്ലാം. അസാമിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ അസാം ഉൾക്കൊള്ളിച്ചിരുന്നില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം അത്തരത്തിലുള്ള വികസന ഉന്മുഖമായിട്ടുള്ള വികസനം മാത്രമാണ് ലക്ഷ്യം. വികസിത് ഭാരത്, അതിനു വേണ്ടിയിട്ട് നമ്മുടെ വികസിത് സംസ്ഥാനം, വികസിത കേരളം, വികസിത ഭാരതം എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടല്ലോ, വികസിത തിരുവനന്തപുരം. ഇത്തരത്തിലുള്ള എല്ലാം മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ ആ ഒരു മാനദണ്ഡം, ഒരു മാർഗരേഖകൾ സ്വീകരിച്ചുകൊണ്ടും അത് പാലിച്ചുകൊണ്ടും ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ എതിരാളികൾ അസ്വസ്ഥരാകുന്നത് സ്വാഭാവികമാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് പരിചിതമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ അസ്വസ്ഥത സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു നിസ്സംഗത, അതും പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കണം. അതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത ഇന്ന് കയ്യിലെടുത്ത്, അല്ലെങ്കിൽ ഒരു വിശകലനം കയ്യിലെടുത്തത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളിലൊന്നാണ് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷൻ. ആ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, യോജിപ്പാകട്ടെ വിയോജിപ്പാകട്ടെ, അതോ ഇപ്പോഴും നിങ്ങൾ 15 ലക്ഷം രൂപ കാത്തിരിക്കുന്ന ആളാണോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. രാമക്ഷേത്രത്തിലെ കാണിക്ക തട്ടിപ്പുമായി ആളുകൾ വരുന്നോളൂ, അതിനുള്ള മറുപടികളും ഉണ്ടല്ലോ. കാരണം രാമക്ഷേത്ര സംബന്ധിയായിട്ടുള്ള അന്വേഷണവും അതിൽ എടുത്ത നടപടികളും എല്ലാം ഇപ്പോൾ വളരെ വ്യക്തമായി ഭാരതത്തിൻ്റെ മുൻപിലുള്ളതാണ്. അതിനും മറുപടികളുണ്ട് ബി ജെ പിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ബി ജെ പി അംഗങ്ങളും മാന്യരായിരിക്കും, അല്ലെങ്കിൽ ഒരേപോലെ നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല, അങ്ങനെ ഉണ്ടാകില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു
കേടായ ആപ്പിളുകൾ എല്ലാ കൂടയിലും കാണുമെന്ന് പറയുന്ന പോലെ കേടായ ആപ്പിളുകളെ കൃത്യസമയത്ത് കണ്ടെത്തി കൂടയിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് BJPയുടെ വിജയം. അത് BJP കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ജനഹിതപരമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. അത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, യോജിപ്പും വിയോജിപ്പും ഈ പറഞ്ഞതുപോലെ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.